റേഷൻ കടയിൽ അരിയില്ലാത്ത പിന്നെ നിങ്ങൾക്ക് കൊയ്ത്തല്ലേ? ആ, ഞങ്ങളുടെ സമര ഫണ്ടിലേക്ക് കാര്യമായ ഒരു തുക സംഭാവന തരണം. അതിനെന്താ, തരാമല്ലോ. ഇത് 5000 രൂപയുണ്ട്. അത് പോരാ. ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോൾ ഉടനെ നിങ്ങൾ അരിക്ക് വില കൂട്ടിയില്ല. അതുകൊണ്ട് എത്ര ലക്ഷം രൂപ അപ്പച്ചൻ മുതലാളി ലാഭം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടന്ന് ആ പണി മുടക്കുന്നത്. ഞങ്ങൾ അപ്പച്ചൻ മുതലാളിക്ക് ഇട്ടിരിക്കുന്ന ടാർഗറ്റ് 25000 രൂപയാണ്. 25000 രൂപയോ? അപ്പച്ചാ, കാര്യമായ ഒരു ആവശ്യം വരുമ്പോഴേ ഞങ്ങളൊക്കെ ഇറങ്ങി ചോദിക്കൂ. ഒട്ടും മടിക്കണ്ട, തന്നോളൂ. രസീത് പുറകെ അയച്ചു തരാം. അയ്യോ, രസീതൊന്നും വേണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ. നാട്ടിലൊന്നും അരി കിട്ടാത്തത് കൊണ്ട് ഞാൻ തഞ്ചാവൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വരുത്തുകയാണ്. ഈ സമരമെങ്ങാനും പെട്ടെന്ന് നിന്നു പോയാൽ എന്റെ വയറ്റത്തടി. അരി എന്ന് വരും? അടുത്ത ആഴ്ചയിൽ വരും. എടാ, സമരം ഇപ്പോഴൊന്നും തീരത്തില്ല എന്നാ പറയുന്നത്. ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഗോഡൌണിൽ നിന്ന് അരി പുറത്തേക്ക് ഇറക്കണ്ട. വില കൂടട്ടെ. എത്രയാ? 2 കിലോ. 2 കിലോ നോക്ക്. ഇന്നലെ വരെ 3000 രൂപയ്ക്ക് വിറ്റ അരിക്ക് ഇന്ന് 5 രൂപയോ? വീട്ടിലെ പെണ്ണുങ്ങളാണ് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് കരുതി താൻ പറ്റിക്കാൻ നോക്കണം. താൻ എന്താ വിചാരിച്ചത്? ബാസിന്റെ ആരോടാ ചൂടാകുന്നത്? അന്നത്തെ മാർക്കറ്റ് റേറ്റിനാ ഞാൻ അരി വാങ്ങിക്കുന്നതും വിൽക്കുന്നതും. തനിക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഈ നാട്ടുകാർക്ക് തന്റെ ഇടമില്ലാഞ്ഞിട്ടാ ഈ കരിഞ്ചന്ത ഇവിടെ നടക്കുന്നത്. ഇവന്റെ ഒക്കെ കട അടിച്ചു പൊളിക്കാൻ തന്റെ ഇടമുള്ള ആണുങ്ങളില്ലാടാ അവിടെ. ഫുഡ് കോർപ്പറേഷനിൽ പണിമുടക്കിയ താനാണോടോ ഇത് അന്വേഷിക്കുന്നത്? നാട്ടുകാർക്ക് ചുമയുണ്ടായിരുന്നെങ്കിൽ ആദ്യം അടിക്കേണ്ടത് തനിക്കിട്ടായിരുന്നു. എന്താടാ പറഞ്ഞു? അവൻ പറഞ്ഞ സത്യമല്ലേ? വിടാനെ വിടാൻ. രാമു, മാവേലി സ്റ്റോറിലും റേഷൻ കടയിൽ അരിയില്ലാത്തതിന്റെ കാരണം നിന്റെയൊക്കെ പണി മുടക്കല്ലേ? ഈ അവസരം കുത്തക കച്ചവടക്കാർ മുതലെടുക്കുന്നെങ്കിൽ അവർക്ക് കൂട്ടുന്നത് നിങ്ങളാ. പണി മുടക്കിയ തൊഴിലാളികൾ. ബാസിം പോ. പണ്ട് ഈ ആലപ്പുഴ തുറമുഖത്തടുക്കുന്ന അനവധി കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്നു ഈ ലൈറ്റ് ഹൗസ്. ഇന്നോ പിക്നിക്കിന് വരുന്ന സ്കൂൾ കുട്ടികൾക്ക് കാണിക്കുന്ന ഒരു കാഴ്ച വസ്തുവായി മാറിപ്പോയി. അന്നൊക്കെ ഈ നേരത്ത് തൊഴിലാളികളുടെ തിരക്ക് കാരണം ഈ റോഡിലൂടെ വഴി നടക്കാൻ ഒക്കില്ലായിരുന്നു. കയർ ഫാക്ടറി തൊഴിലാളികളും വള്ളക്കാരും ചുമട്ടുകാരും കയറും കശുവണ്ടിയും മലഞ്ചരക്കും കയറ്റി തുറമുഖത്തെത്തുന്ന വാഹനങ്ങളും, ഓ, ഒരു പള്ളിപ്പെരുന്നാളുടെ തിരക്കായിരുന്നു അന്നൊക്കെ. ഇപ്പോഴത്തെ നോക്കിക്കേ. ഈ നാശങ്ങളൊക്കെ ആര് കാണാൻ? കയർ ഫാക്ടറികള്, പാണ്ഡികശാലകൾ ഇവയൊക്കെ അടച്ചു പൂട്ടിയിട്ട് വർഷങ്ങളായി. മുമ്പ് നാടൻ വള്ളങ്ങളും കൂറ്റൻ പട്ടയന്മാരികളും വിദേശ കപ്പലുകളും കൊണ്ട് തറഞ്ഞിരുന്ന ഈ ആലപ്പുഴ തുറമുഖം നീ കാണടാ, ഇന്നൊരു ശ്മശാനം പോലെയായിരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? സമരങ്ങൾ, അനാവശ്യ സമരങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടകങ്ങളായി പാവപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിച്ച് വർഷങ്ങളായി നടത്തി വന്ന സമരങ്ങൾ. കമ്പനികളും മുതലാളിമാരും വേറെ മാനങ്ങൾ തേടിപ്പോയി. നേതാക്കന്മാരും സ്ഥലം വിട്ടു. പാവപ്പെട്ട തൊഴിലാളി മാത്രം വെച്ചു നിന്നു. പട്ടിണിയും തൊഴിലില്ലായ്മയും ഇതിന്റെ എല്ലാ കെടുതികളും ഇന്ന് അനുഭവിക്കുന്നത് ആ തൊഴിലാളികളുടെ അടുത്ത തലമുറയാണ്. നാളെ കൊച്ചി തുറമുഖത്തിന്റെ ഗതി ഇതുപോലെ ആവില്ലെന്ന് എന്താണല്ലോ. ഇതൊക്കെ ആരോട് പറയാനാ?